റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇതൊരു വികാരമാണല്ലേ. രാജകീയ സവാരി എന്നൊക്കെ പറഞ്ഞ് കോടികളുടെ പരസ്യം നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന കമ്പനിയോട് ഒരൊറ്റ ചോദ്യം: നിങ്ങൾ വിൽക്കുന്നത് ഒരു ബൈക്കാണോ അതോ ചവിട്ടിപ്പിടിക്കാൻ ഒരു തന്തൂരി അടുപ്പോ? ചൂടാണ് അല്ലെ. ബൈക്ക് എടുത്ത് 5 കിലോമീറ്റർ സിറ്റി ട്രാഫിക്കിലൂടെ ഓടിച്ചാൽ റൈഡറുടെ കാലിലെ രോമം കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ബൈക്ക് എന്തിനാണ് ഇത്ര അധികം ചൂടാകുന്നത് എന്ന് ചോദിച്ച് ഡീലർഷിപ്പിൽ ചെന്നാൽ അവർ തരുന്ന ഒരു സ്ഥിരം മറുപടി: ഇത് വലിയ എഞ്ചിനല്ലേ സാറേ, എയർ കൂൾഡ് അല്ലേ, ചൂടാകും. എന്നാൽ ഇന്ന് നമ്മൾ ആ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ്. എഞ്ചിന്റെ വലുപ്പം മാത്രമല്ല ഇതിന് കാരണം. നിങ്ങൾ നിങ്ങളുടെ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കുന്ന എത്തനോൾ കലർത്തിയ ഇന്ധനം അല്ലെങ്കിൽ നമ്മുടെ E20 ഫ്യൂവൽ, ഈ മാറ്റത്തിനനുസരിച്ച് എഞ്ചിൻ കൃത്യമായി ട്യൂൺ ചെയ്യാൻ മടിക്കുന്ന റോയൽ എൻഫീൽഡിന്റെ കോർപ്പറേറ്റ് നിലപാടാണ് നിങ്ങളുടെ കാലുകളെ ഈ രീതിയിൽ ചുട്ടു പൊള്ളിക്കുന്നത്. ശ്രദ്ധിക്കുക, E20 പെട്രോൾ എത്രമാത്രം വലിയ പ്രശ്നമാണ് നിങ്ങളുടെ വാഹനങ്ങൾ സൃഷ്ടിക്കുന്നത്. എത്തനോൾ എങ്ങനെയാണ് എഞ്ചിനെ അടുപ്പാക്കുന്നത്? ദ എത്തനോൾ എഫക്റ്റ്. ഇന്ധനം കത്തുന്ന ആ ഒരു രീതി അല്ലെ, നമുക്ക് കാര്യം കൃത്യമായി പരിശോധിച്ചാലോ. എന്തുകൊണ്ടാണ് എത്തനോൾ കലർത്തിയ പെട്രോൾ അടിക്കുമ്പോൾ റോയൽ എൻഫീൽഡിന്റെ എല്ലാ ബൈക്കുകളും, എന്നാൽ മറ്റു ബൈക്കുകൾക്ക് അത്ര ഇല്ലല്ലോ, ഒരു ചുടുകാറ്റായി മാറുന്ന രീതിയിൽ ചൂടാവുന്നത്? എന്താണ് കാരണം? സാധാരണ പെട്രോളിനേക്കാൾ കുറഞ്ഞ ഊർജ സാന്ദ്രതയാണ് എത്തനോളിനുള്ളത്. അതായത് ശുദ്ധമായ പെട്രോളിന് 1 ഗ്രാം ഇന്ധനം കത്താൻ 14.7 ഗ്രാം വായു വേണമെങ്കിൽ എഥനോളിന് കുറഞ്ഞ വായു മതി. എന്നാൽ പഴയ എഞ്ചിൻ മാപ്പിങ്ങിൽ അല്ലെങ്കിൽ ECUവിൽ ആ ഒരു മാപ്പിങ്ങിൽ എഥനോൾ കലർന്ന പെട്രോൾ അടിക്കുമ്പോൾ എഞ്ചിനിലേക്ക് പോകുന്ന മിശ്രിതം ലീൻ ആകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫ്യുവൽ കുറവും വായു കൂടുതലും. കെമിസ്ട്രി അറിയാവുന്ന ആർക്കും അറിയാം, ലീൻ മിശ്രിതം കത്തുമ്പോൾ എഞ്ചിൻ ചേംബറിനുള്ളിൽ ഉണ്ടാകുന്ന ഊഷ്മാവ് സാധാരണയേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്നത്. ശ്രദ്ധിക്കുക, അല്പം കെമിസ്ട്രിയാണ് കേട്ടോ. അപ്പോ ഈ ഒരു താപനില, എഥനോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ആന്തരിക താപനില അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ ടെമ്പറേച്ചർ, ഇതെങ്ങനെയാണ് കൂടുന്നത്? പെട്രോളിനേക്കാൾ വേഗത്തിലാണ് ഇത് ഉയരുന്നത്. എയർ കൂൾഡ് അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് മാത്രമുള്ള റോയൽ എൻഫീൽഡ് എഞ്ചിനുകൾക്ക് ഈ പെട്ടെന്നുള്ള താപനില താങ്ങാൻ കഴിയില്ല. അപ്പോ കംപ്രഷൻ റേഷ്യോയിലും ഇത് എത്തനോൾ ആയതുകൊണ്ടും വരുന്ന പ്രശ്നമാണ്. ഉയർന്ന ഒക്ടെയിൻ റേറ്റിംഗ് ഉള്ള എത്തനോൾ ഇന്ധനങ്ങൾക്ക് ഉയർന്ന കംപ്രഷൻ റേഷ്യോ ആവശ്യമാണ്. എന്നാൽ റോയൽ എൻഫീൽഡിന്റെ J സീരീസ് എഞ്ചിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് പഴയ പെട്രോൾ മാനദണ്ഡങ്ങളിലാണ്. ഫലമോ ഇന്ധനം പൂർണ്ണമായി കത്താതെ ചൂട് എഞ്ചിൻ ബ്ലോക്കുകളിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോ വലിയ എഞ്ചിനുകൾ മാത്രമാണോ ഇതിന് കാരണം? ഒരിക്കലുമല്ല. ഡീലർമാർ പറയുന്ന പലവിധം പൊള്ളുകളാണ് ഇതെല്ലാം. അപ്പോ ഈ ബ്രാൻഡുകളുടെ എല്ലാം 350-400 cc ബൈക്കുകൾ, ഹാർലി 440, ട്രയംഫ് തുടങ്ങിയ മറ്റുള്ള ഒരുപാട് അല്ലെ ബ്രാൻഡുകളുണ്ട്. ഇവരുടെ നുണപ്രചാരണത്തിലേക്ക് വരാം. 350 cc എഞ്ചിനല്ലേ, അല്പം ചൂടാകും. ഇങ്ങനെ ഉപഭോക്താക്കളെ ഇനിയും മണ്ടന്മാരാക്കരുത്. യഥാർത്ഥത്തിൽ ഈ ട്രയംഫും അതേപോലെ ഹാർലി ഡേവിഡ്സൺ അടക്കമുള്ള വാഹനങ്ങൾ, BMW അല്ലെ, ഇത്തരം വാഹനങ്ങളിലൊന്നും ഇല്ലാത്ത എന്ത് അതിശയ ചൂടാണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത്. ലിക്വിഡ് കൂളിംഗ് ഇല്ലാത്ത രൂപകൽപ്പനയാണെന്ന് പറയുന്നു. എന്തായാലും നിർമ്മാതാക്കൾ കൃത്യമായ റേഡിയേറ്ററുകളും ലിക്വിഡ് കൂളിംഗ് സംവിധാനങ്ങളും നൽകുമ്പോൾ റോയൽ എൻഫീൽഡ് ഇപ്പോഴും 350 cc ബൈക്കുകളിൽ ഓയിൽ കൂളിംഗോ വെറും എയർ കൂളിംഗോ നൽകി പണം ലാഭിക്കുകയാണ് അല്ലെ. അപ്പോ ടെക്നോളജിയിൽ ആവശ്യത്തിനുള്ള മാറ്റം കൊണ്ടുവരാതെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പിന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഇത് സയന്റിഫിക്കലായി ഡിസൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ സിറ്റി കണ്ടീഷൻ, മണിക്കൂറിൽ 100-90 വേഗതയിലൊക്കെ പായുമ്പോൾ നഗരങ്ങളിൽ ഈ ഒരു എയർ കൂൾ എഞ്ചിൻ പ്രവർത്തിക്കില്ലെന്ന് കമ്പനിക്ക് അറിയില്ലേ? റേഡിയേറ്റർ ഫാൻ ഇല്ലാതെ ഇത്രയും ചൂടാകുന്ന ഒരു എഞ്ചിൻ ട്രാഫിക്കിലേക്ക് വിടുന്നത് എത്ര വലിയ കാട്ടുനീതിയാണ്. ഈ ചൂടുണ്ടാക്കുന്ന മറ്റ് ഗുരുതര പ്രശ്നങ്ങൾ കൂടിയുണ്ട് കേട്ടോ, അതിലേക്ക് കൂടി വരാം. ഈ വെയർ ആൻഡ് ടയർ സപ്ലൈ ചെയ്യപ്പെടുന്ന ഓയിലിന്റെ ഒരു എന്താ പറയാ ഭാഗങ്ങൾ, ഈ അമിത ചൂട്
നിങ്ങളുടെ കാലുകൾ ചുട്ടെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ ഇത് വേനൽക്കാലത്ത് അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. ഇപ്പോ നമ്മുടെ ബൈക്കിനെ തന്നെ സാധാരണ ഈ പറയുന്ന പോലെ സാവധാനം ഇങ്ങനെ കൊല്ലുന്ന ഒരു രീതിയാണ് ഈ ഓവർ ചൂട് കൊണ്ട് സംഭവിക്കുക. ഈ എത്തനോൾ നൽകുന്ന അമിത ചൂട് കാരണം എഞ്ചിന്റെ ഓയിലിന്റെ വിസ്കോസിറ്റി വളരെ വേഗത്തിലാണ് നഷ്ടപ്പെടുക. ഇപ്പോ 10,000 കിലോമീറ്ററിൽ മാറേണ്ട ഓയിൽ 3000 കിലോമീറ്റർ ആകുമ്പോഴേക്ക് തന്നെ വെള്ളം പോലെയാകുന്ന സ്ഥിതിയാണ് സംഭവിക്കുക. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്ക് ഓയിൽ ഗേജ് തുറന്നു നോക്കിയാൽ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സെൻസറുകൾ, റബ്ബർ ഹോസുകൾ, ഫ്യൂവൽ ലൈനുകൾ എന്നിവയെല്ലാം ഈ ചൂടിൽ പെട്ടെന്ന് കേടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോ എത്തനോൾ തന്നെ റബ്ബറിനെ ജീർണിപ്പിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അമിത ചൂടും കൂടിയാകുമ്പോഴോ അപകട സാധ്യതയോളം കൂടുകയാണ്, ഇരട്ടിയാകുകയാണ്. അപ്പോൾ ചൂട് പരമാവധിയിൽ എത്തുമ്പോൾ ഗിയർ മാറ്റാൻ ഒരു ടൈറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. എഞ്ചിനിൽ നിന്ന് ടിക് ടിക് ശബ്ദം, നോക്കിംഗ് ശബ്ദം ഒക്കെ കൂടുതലായി വരും. അപ്പോൾ ഭാവിയിൽ എഞ്ചിൻ പണി കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. തുടക്കത്തിൽ ഇങ്ങനെ അങ്ങ് പോകും, പക്ഷെ ഒരു അസൽ പണിയാണ് പിന്നീട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എത്തനോൾ എത്രത്തോളം നിങ്ങളുടെ വാഹനത്തെ കാർന്ന് തിന്നുന്നു എന്നുള്ളത് വളരെ വലിയ വിഷയമായി തന്നെ നിൽക്കുകയാണ്. ശ്രദ്ധിക്കുക, E20 ജനതാ പാർട്ടി നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് സമരം ചെയ്തോളൂ കേട്ടോ. എന്നാലേ ഇതൊക്കെ നമുക്ക് ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവർ ഇതിനനുസരിച്ച് എഞ്ചിൻ ട്യൂണിങ്ങിലോ ECU മാപ്പിങ്ങോ കൃത്യമായി ചെയ്യാതെ പഴയ എഞ്ചിൻ പെട്ടി പുതിയ സ്റ്റിക്കർ ഒട്ടിച്ച് ഉപഭോക്താക്കളുടെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടിത്തരുന്നത് എന്തിനാണ്? ഡീലർമാരും ഇതിന് പരിപൂർണ സപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ഡീലർമാർക്ക് ഇവരുടെ ഒരു സമ്മർദ്ദം ചെലുത്താനായിട്ട് പറ്റും. അപ്പൊ ഒരു വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങുന്നത് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്നല്ലോ, ഡീലർമാരുടെ കയ്യിൽ നിന്നല്ലേ. അപ്പൊ ബുള്ളറ്റ് ആണ്, ഇത് ചൂടാകും, ഇങ്ങനെ പറയുന്ന പ്രാകൃത ന്യായീകരണം ജനങ്ങളെ വിഡ്ഢികളാക്കുകയില്ലല്ലേ. അപ്പോ യഥാർത്ഥ കാരണം ഈ E20 തന്നെ. അപ്പോ നിങ്ങളുടെ വണ്ടി ചൂടാകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു റീമാപ്പിങ്ങിന്റെ പ്രശ്നമോ അപ്ഡേറ്റിന്റെയോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ കൂളിംഗ് സിസ്റ്റമോ സൗജന്യമായി നൽകാൻ കമ്പനി തയ്യാറാകേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിലൊരു റേഡിയേറ്റർ സംവിധാനം കൊണ്ടുവന്നേ പറ്റൂ. എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലെ? ഇതിപ്പോ ഒരുപാട് പേര് ആളുകൾ പറഞ്ഞ് പഴകിയ ഒരു വിഷയമാണെങ്കിലും നമ്മൾ ഇത് ഇപ്പോ എടുത്ത് പറയേണ്ടി വരികയാണ്. അപ്പൊ അമിതമായി ചൂടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിശബ്ദം ഇങ്ങനെ സഹിച്ചു പോകേണ്ട ഒരു കാര്യമേ അല്ല. സർവീസിന് കൊടുക്കുമ്പോൾ ECU മാപ്പിംഗ് അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്തെങ്കിലും ഇതിന് ലഭ്യമാണോ എന്ന് നമ്മൾ ചോദിച്ച് ഉറപ്പാക്കണം. ഇന്ധനം അടിക്കുമ്പോൾ കഴിവതും നമുക്ക് E10 അല്ലെങ്കിൽ പ്രീമിയം ഫ്യൂവൽ ഉയർന്ന ഒക്ടേൻ ലഭിക്കുന്ന പമ്പുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെയാണ്. പക്ഷെ സാധാരണക്കാർക്ക് ഇതൊന്നും സാധ്യമല്ല. പല പമ്പുകളിലും ഈ ഉയർന്ന ഒക്ടേനിലുള്ള ഇന്ധനം ലഭ്യമല്ല. കമ്പനിക്ക് പരാതികൾ അയക്കാൻ കഴിയുമോ എല്ലാവർക്കും? അപ്പോൾ ഉപഭോക്താവിന്റെ സുരക്ഷയും റൈഡിങ്ങും കംഫർട്ടും പ്രധാനം തന്നെയാണ് എന്ന് റോയൽ എൻഫീൽഡ് എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ ഈ ബ്രാൻഡിന് നിലനിൽപ്പുള്ളൂ. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇപ്പൊ വിഷയങ്ങൾ ഏറെക്കുറെ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അമിതമായ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ വണ്ടിക്ക്? നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന റോയൽ എൻഫീൽഡിന്റെ വാഹനങ്ങളിലൊന്നും ഇത്രയേറെ ചൂട് അനുഭവപ്പെട്ടിരുന്നില്ല, ശരിയല്ലേ? അപ്പൊ എന്തുകൊണ്ട് റീസെന്റ് ആയിട്ട് ഇത്രയും ചൂട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും E20 പെട്രോൾ തന്നെയാണ് നമ്മളെ ഈ ഒരു വിഷയത്തിൽ വില്ലനായി വരുന്നത്. ശ്രദ്ധിക്കുക, എല്ലാവരും കമ്പനികളിലേക്ക് ഇമെയിലുകൾ അയച്ചുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു കാര്യത്തിലേക്ക് കമ്പനിയുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കൂടാതെ സർക്കാരിന്റെ കടുത്ത ഈ ഒരു E20 നയത്തിനെതിരെ മാക്സിമം സമര പരിപാടികളുമായിട്ട് നമ്മൾ സഹകരിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും E20 എന്ന ഇന്ധനം വാഹനങ്ങൾക്ക്, ഏതൊരു വാഹനമാവട്ടെ, അത് കാറാവട്ടെ ബൈക്കുകളാവട്ടെ, ഇത് അനുയോജ്യമല്ല എന്ന് നമുക്ക് 100% പറയാനായിട്ട് പറ്റും. അതിനെതിരെ ഉള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. ഇന്ത്യയിൽ പ്യുവർ പെട്രോൾ ആവശ്യമുള്ളവർക്ക് ഒരേ വിലയിൽ അല്ലെങ്കിൽ നാമമാത്രമായ വില വർധനവിൽ കൃത്യമായി ആ ഇന്ധനം ലഭിക്കണം. അല്ലെങ്കിൽ ഈ തരത്തിൽ മിക്സ് ചെയ്ത വളരെ കുറഞ്ഞ അളവിൽ E20 എന്നത് അത് അളവ് കൂടുതലാണ്, എത്തനോളിന്റെ അളവ് കൂടുതലാണ്. E10 വരെയൊക്കെ ആവാം. അതിനപ്പുറത്തേക്ക് അത്
അപ്പോ E20 ഒരിക്കലും വാഹനങ്ങൾക്ക് അനുയോജ്യമല്ല. E10 വരെയൊക്കെ നമുക്ക് പോകുന്നതിന് തടസ്സമില്ല. പക്ഷെ നമുക്ക് E20 എന്ന് പറയുന്ന ഈ ഒരു ഇന്ധനത്തെ എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിച്ചാലേ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നല്ല രൂപത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോ എല്ലാവരും അതിനുവേണ്ടി സമര രംഗത്തേക്ക് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തങ്ങളാൽ കഴിയുന്ന പ്രദേശങ്ങളിൽ സമര പരിപാടികളുമായിട്ട് ഇറങ്ങേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്.